ഇസ്രായേൽ ഗസ വെടിനിർത്തൽ നിലവിൽ വന്നിട്ടും പശ്ചിമേഷ്യയിൽ സംഘർഷം ഒഴിയുന്നില്ല. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാങ്ചി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നൽകിയ മുന്നറിയിപ്പാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ അമേരിക്ക സഖ്യം ആക്രമണം നടത്തിയേക്കും എന്ന ആശങ്കകൾക്കിടയിലാണ് ഇറാൻ്റെ മുന്നറിയിപ്പ്. അൽ ജസീറയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് അരാങ്ചി നിലപാട് വ്യക്തമാക്കിയത്. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേലോ അമേരിക്കയോ ആക്രമണം നടത്തിയാൽ അത് മേഖലയെ സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് തള്ളിയിടുമെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ മുന്നറിയിപ്പ്. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിൽ ഏതെങ്കിലും ഒന്നിനു നേരെ നടത്തുന്ന ആക്രമണം US നടത്തുന്ന ഏറ്റവും വലിയ ചരിത്രപരമായ വിഡിതമായിരിക്കുമെന്നും അരാങ്ചി താക്കീത് നൽകുന്നു. ഗസയിലെ ജനത മറ്റിടങ്ങളിലേക്ക് പോകണമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസ്താവന ഏറെ വിവാദമായിരുന്നു. ട്രംപിന് അരാങ്ചി മറുപടിയും നൽകിയിരുന്നു. ഗസയിലെ ജനങ്ങളെ ഒഴിപ്പിക്കുന്ന നടപടിയുമായി ട്രംപ് മുന്നോട്ടു പോയാൽ എന്താവും ഇറാൻ്റെ ഗെയിം പ്ലാൻ എന്ന ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. പലസ്തീൻ ജനതയെ അല്ല, ഇസ്രായേലികളെയാണ് ഒഴിപ്പിക്കേണ്ടതെന്നാണ് അരാങ്ചി മറുപടി നൽകിയത്. മുമ്പും പലരും പലസ്തീൻ ജനതയെ ഒഴിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, എന്നാൽ അവരെല്ലാം പരാജയപ്പെട്ടു. പലസ്തീനെ ഒഴിപ്പിക്കാനാവില്ല, ഒപ്പം പലസ്തീനികളെയും പുറത്താക്കാൻ കഴിയില്ല, അബ്ബാസ് അരാങ്ചി പറഞ്ഞു. പലസ്തീൻകാർക്ക് പകരം ഇസ്രായേലികളെ പുറത്താക്കാൻ ശ്രമിക്കൂ, അവരെ ഗ്രീൻലാൻഡിലേക്ക് മാറ്റൂ. അങ്ങനെയായാൽ ഒരു വെടിക്ക് 2 പക്ഷികളെ അവർക്ക് കൊല്ലാനാവും. ഗ്രീൻലാൻഡിലെ പ്രശ്നം പരിഹരിക്കുന്നതിനൊപ്പം ഇസ്രായേലികളുടെ പ്രശ്നങ്ങളും പരിഹരിക്കാം. അത് അവർക്ക് അനുയോജ്യമായ ഇടമായിരിക്കും, അബ്ബാസ് അരാങ്ചി പരിഹസിച്ചു. ഗസയിലെ വംശഹത്യയെ ശുദ്ധീകരണമെന്നാണ് ട്രംപ് പറഞ്ഞത്. ഇത് വളരെ വിവാദമായിരുന്നു. പലസ്തീനികളെ മറ്റ് രാജ്യങ്ങൾ ഏറ്റെടുക്കണം, അവിടെ അവർക്ക് സുഖമായി കഴിയാം. തീരദേശ മേഖലയിൽ നിന്ന് കൂടുതൽ പലസ്തീനികളെ ഏറ്റെടുക്കാൻ ഈജിപ്തും ജോർദാനും സന്നദ്ധരാകണമെന്നാണ് ട്രംപ് പറഞ്ഞത്. ഗസയുമായി ബന്ധപ്പെട്ടാണ് ലോകം ഇപ്പോൾ സംസാരിക്കുന്നത്. അവിടെ മരിച്ചു വീണ ആളുകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതായത് 1.5 ലക്ഷം ആളുകളെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ഞങ്ങളതെല്ലാം വൃത്തിയാക്കി, അത് കഴിഞ്ഞു. ഇനി അവശേഷിക്കുന്നവരെ മറ്റ് രാജ്യങ്ങൾ ഏറ്റെടുക്കണം. അങ്ങനെ ഗസയെ പൂർണ്ണമായും വൃത്തിയാക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നുമാണ് ട്രംപ് പറഞ്ഞത്. ഇസ്രായേൽ ഏറ്റവും അധികം ഭയക്കേണ്ട രാജ്യം ഏതാണ്? ഇറാൻ തന്നെയാണ്. സൈനിക ശക്തിയായി ഇറാൻ ഉയർന്നു വരികയാണ്. റഷ്യയുടെ അകമഴിഞ്ഞ സഹായം ഇറാൻ്റെ കരുത്താണ്. ഇപ്പോഴിതാ ഇസ്രായേലിനും അമേരിക്കയ്ക്കുമൊക്കെ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇറാനിൽ നിന്ന് വരുന്നത്. അടുത്തിടെ ഗ്രേറ്റ് പ്രോഫിറ്റ് 19 എന്ന പേരിൽ ഇറാൻ മിലിറ്ററി ഡ്രിൽ നടത്തിയിരുന്നു. അമേരിക്കയുമായുള്ള സംഘർഷം വളരുന്നതിനിടെയാണ് ഇറാൻ ഡ്രിൽ നടത്തിയത്. ഈ സൈനികാഭ്യാസത്തിനിടെ അത്യധികം മാരകമായൊരു ഡ്രോൺ ഇറാൻ അവതരിപ്പിച്ചു. ഈ ഡ്രോണിൻ്റെ പേരാണ് ഏറ്റവും ശ്രദ്ധേയമായത്. ഗസ എന്നാണ് ഡ്രോണിൻ്റെ പേര്. കരുത്തുറ്റ പേലോഡ് ശേഷിയും ദീർഘദൂരവും ഒക്കെയുള്ള ഗസയെ ജനുവരി 16 വിന്യസിച്ചത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഘടിപ്പിച്ച പുതിയ മിസൈലുകളും US യുദ്ധക്കപ്പലുകളെ ലക്ഷ്യമിടാൻ ശേഷിയുള്ള കപ്പലുകളും ഇറാൻ അവതരിപ്പിച്ചതിന് പിന്നാലെയാണ് പുതിയ ഡ്രോണിൻ്റെ വിന്യാസവും ഉണ്ടായത്. ഡൊണാൾഡ് ട്രംപ് പ്രസിഡൻ്റായി തിരിച്ചെത്തിയതോടെ US-ഉമായുള്ള സംഘർഷം വർദ്ധിച്ചിട്ടുണ്ട്. പിന്നാലെയാണ് ഇറാൻ പലതരം ആയുധങ്ങൾ പുറത്തിറക്കിയത്. പുതിയ ഡ്രോണിൻ്റെ പേര് തന്നെ US-നെയും ഇസ്രായേലിനെയും അമ്പരപ്പിക്കുന്നതാണ്. മാത്രമല്ല ഇറാൻ്റെ ലക്ഷ്യമെന്തെന്നും ഇതിൽ നിന്ന് വ്യക്തമാണ്.